ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് പുറത്തു പോയില്ലെന്നുണ്ട്. പക്ഷേ ഞാനിവിടെ തീരുവാണ് എൻ്റെ കൂടെ 10-15 പേര്. അതിലൊരാൾ സാധായി. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നാമം. കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും ഈ ഒരു ബസ്സിന്റെ എല്ലാ എഡിഷൻ നെയിമും അവർ പറഞ്ഞു തരും. ഈ ബസ്സിന്റെ പേരെന്താ? കൊമ്പൻ ബസ്സാണോ അത്? ആഹാ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദീപു ശങ്കർ എന്ന ഒറ്റക്കൊമ്പന്റെ സ്വന്തം കൊമ്പൻ. കൊമ്പൻ ഇതാ ATPയുമായി കേരളത്തിലേക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ബോംബെയുടെ 2ാം വേർഷനുമായിട്ടാണ് കൊമ്പൻ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ധാരാവിയിലാണ്. ധാരാവിയിലേക്ക് വീണ്ടും കൊമ്പൻ വന്നിരിക്കുകയാണ്. അപ്പം കൊമ്പന്റെ പുത്തുപുത്തൻ ബോംബെ സെഡസ്ത്ര ലുക്കിൽ ഇറങ്ങിയിരിക്കുന്ന ബോംബെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. അപ്പൊ എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? അപ്പൊ ബോംബെ 2.0 അശോലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിലാണ് കൊമ്പൻ ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാർക്ക് ഫ്യൂഡൽ ലോഡ് എന്നുള്ളത്. മറ്റേത് സെഡോണ്ട ആയിരുന്നു. സെഡോണ്ട കൗളിൽ ഇങ്ങനെ റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സെഡസ്ത്രയ്ക്കും ഈ ഒരു ഓപ്പണിംഗ് കൗളിൻ്റെ അവിടെയാണ് ഈ ഒരു റൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കൊമ്പന്റെ പേര് അവിടെ മനോഹരമാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം, ലീല ശങ്കർ കൺസേൺ. സെഡോന്റെ മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക്. നിങ്ങളെ പ്രത്യേകിച്ച് കൊമ്പന്റെ ലുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ സെഡസ്ത്ര ലുക്കിലുള്ള കൊമ്പൻ നമ്മൾ ആദ്യമായിട്ടേക്കും കാണാൻ പോണത്. അപ്പോൾ ഗൈസ് നമുക്ക് കൊമ്പന്റെ സൈഡ് ഗ്രാഫിക്സ് ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രശസ്തമായ ഗ്രാഫിക്സ് ആണ്, പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഗ്രാഫിക്സ് നിങ്ങളെ പരിചയപ്പെടുന്നത് കൊമ്പന്റെ ഒരു ബിഗ് ഫാൻ എൻ്റെ കൂടെ ഉണ്ട്. എന്താ പേര്? അഭയകൃഷ്ണ. അഭയകൃഷ്ണ. ഓക്കെ. എവിടെ വീട്? എൻ്റെ വീട് പെരിങ്ങാലെ. പെരിങ്ങലെ. ഓക്കെ. ഇവിടെ ചെങ്ങന്നൂരിനടുത്ത് പെരിങ്ങലെ. ഓക്കെ. എന്ത് ചെയ്യുന്നത്? ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ഏത് സ്കൂളാണ്? കൊഴുവല്ലൂർ സെന്റ് ജോർജ്. കൊഴുവല്ലൂർ. ഓക്കെ. കൊമ്പന്റെ ഈ ധാരാവിധത്തിന് മുന്നേ വന്നിട്ടുണ്ടോ? അടുത്തുള്ള ആളല്ലേ? ആദ്യമായിട്ട് വരുന്നല്ലേ? ഓക്കെ. പുത്തൻ ബസ് കാണാൻ തന്നെ വരാൻ പറ്റിയല്ലേ? ദീപചേട്ടനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഓക്കെ. ഓക്കെ. കൊമ്പന്റെ ഏത് ബസ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതുപോലെ ബിഗ് ബി. ഓക്കെ. ഓക്കെ. ബിഗ് ബി എന്തായാലും ഇവിടെ ഇല്ല, അവിടെ നമ്മുടെ കർണാടകത്തിലാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബോംബെയുടെ പുതിയ വേർഷൻ ATP വേർഷനാണ് ഈ കിടക്കുന്നത്. അപ്പം ഇവിടുന്നായിട്ട് ബോംബെ എന്നുള്ള പേര് പഴയ ഒരു ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദ 3rd ഡിഗ്രി എന്ന് കാണാം. ഇങ്ങനെയുണ്ട് പുതിയ ബോംബെ വന്നല്ലേ? അതിന്റെ ഗ്രാഫിക്സ് എങ്ങനെ ഉണ്ട്? രസമുണ്ടോ? പഴയ ആ ലുക്ക് തന്നെയല്ലേ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്? അപ്പൊ നോക്കിയേ ഗൈസ്, ബോംബെയുടെ മനോഹരമായ ആ ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ATP വേർഷനിലും ബോംബെ വേർഷനിലും കൊമ്പൻ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ ലുക്ക് നോക്കിയാൽ, ആ ബ്ലാക്ക്, റെഡ്, വൈറ്റ്, ആഷ് കോമ്പിനേഷനിൽ എത്ര രാത്രി വണ്ടി നിന്നാലും അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുന്ന ഗ്രാഫിക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗ്രാഫിക്സിന്റെ ബാക്കി ഭാഗം ക്വാർട്ടർ ക്ലാസ്സിലും പോയിട്ടുണ്ട്. നമ്മൾ ബോംബെയിലുള്ള അതേപോലെ തന്നെ ക്വാർട്ടർ ക്ലാസ്സിലും പോയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡാർക്ക് റാപ്ചർ എന്നുള്ളത് അതേ സെയിം ഫോണ്ടിൽ തന്നെ ആ പേര് കൊടുത്തിട്ടുണ്ട്. ബോംബെ ദ 3rd ഡിഗ്രി എന്നുള്ള പേര് ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ചരിച്ചു കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ഇതിന്റെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ബാക്കിലായിട്ടും 2 ഡിക്കി സ്പേസുകൾ വരുന്നുണ്ട്. ഡിക്കി സ്പേസ് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി ഈ ബസ്സുകൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ കൊമ്പന്റെ ഈ ഒരു ലുക്ക് നിങ്ങളെ കാണിക്കാതെ എന്തായാലും പോകാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു സൈഡ് പ്രൊഫൈൽ ലുക്ക് വരുന്നത്. ഈ ഒരു ലുക്ക്, ഈ ഒരു ത്രെഡ് സൈഡ് ലുക്ക് നിങ്ങൾ ഫോട്ടോസിൽ പലതിനും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ കാണിക്കുകയാണ് കൊമ്പന്റെ അതിമനോഹരമായ ഗ്രാഫിക്സ്. ഇവിടെ കൊമ്പന്റെ ബാഡ്ജിങ് കാണാം, കലിപ്പ് മോഡ് ട്രിപ്പിംഗ് പവേർഡ് ബൈ കൊമ്പൻ. ബോംബെ 2.0യുടെ സൈഡ് ലുക്ക് നോക്കാം. ടയർ സൈസ് 295/80R 22.5 സൈസിലുള്ള ഇതിനകത്ത് അപ്പോളോയുടെ എൻഡൂറൻസിന്റെ ടയർസാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഡിക്കി സ്പേസ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ എടുത്ത് പരിചയപ്പെടുത്തുന്നില്ല. ഇവിടെ ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്, ഇവിടെ ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇത് ഡീസൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ആണ്. അവിടെ ആൽബു ടാങ്കിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡിക്കി സ്പേസ് ഓപ്പണിംഗ് വരുന്നുണ്ട്. അതുപോലെ ബാക്ക് ടയേഴ്സ് ഇവിടെ കാണാം. അതിനുശേഷം ഇവിടെ 2 ഡിക്കി ഓപ്പണിംഗ്, നമ്മുടെ ബാക്കിലെ ബെല്ലി ഡിക്കി ആയിട്ട് ഇന്റർകണക്ട് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ആണ് വരുന്നത്. ഈ ബസ്സിന് ഹൈറ്റ് ഉണ്ടല്ല, ഞാൻ ഇതിന് മുന്നേ പരിചയപ്പെടുത്തുള്ള പോലെ എൻ്റെ ഈ ഒരു ഹൈറ്റ് ആണ് ഈ ഒരു ബസ്സിന്റെ ഡിക്കി സ്പേസിൽ വരുന്നത്. ബെല്ലി ഡിക്കി നമ്മൾ നോർമൽ 210 വീൽ ബേസും ഉള്ള ബസ്സുകളെക്കാട്ടും ഹൈറ്റ് കൂടുതലാണ് ഈ 12 മീറ്റർ ATP ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വരുന്നത്. ഈ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിന്റെ ഡിക്കി സ്പേസിന്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഹൈറ്റാണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് മുകളിലേക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സെഡസ്ത്രയുടെ ബാക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ കൊമ്പന്റെ സെഡസ്ത്ര നമ്മൾ ആദ്യമായിട്ടേക്കും കാണുന്നത്. ബോംബെയുടെ അതേ ബാക്ക് ലുക്ക് തന്നെയാണ് സെഡസ്ത്ര വേർഷനിൽ വന്നിട്ടുള്ളത്. നമ്മൾ സെഡോൺ വേർഷനിലെ ബോംബെയുടെ ബാക്ക് ഉണ്ടെങ്കിൽ ഇത് സെഡസ്ത്ര വേർഷനിലെ ബോംബെയുടെ ബാക്കാണ്. ഇവിടെ ആയിട്ട് വലിയ ഡിക്കി സ്പേസിന്റെ ഓപ്പണിംഗ് ആണ് ഈ ഒരു ഡിക്കി സ്പേസ് വരുന്നത്. അതുപോലെ പ്രകാശിന്റെ ബാഡ്ജിങ് ഒക്കെ കാണാം. മുകളിലായിട്ട് റിയർ ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കിന് ഇപ്പം നല്ല വ്യത്യാസം വരും. നമുക്ക് ഇത് അപ്ഡേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം. ഓക്കെ. നമ്മുടെ കൂടെ കൊമ്പന്റെ കുറച്ച് ബിഗ് ഫാൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ടാലോ? എന്താ പേര് പറഞ്ഞേ? എത്ര ക്ലാസ് പഠിക്കുന്നത്? 5. വീട് എവിടാ?
ആ ഏടെ അടൂര്. ആ ഓക്കെ ഓക്കെ. ഇന്ന് മോളുടെ പേര് പറഞ്ഞേ? അദ്വിത. ആ എത്ര ക്ലാസ് പഠിക്കുന്നത്? 3. സ്കൂളാ? സ്കൂളിലാ? സ്കൂളിന്റെ പേര് അറിയില്ലേ? കരുവാറ്റേത്. ആ ഓക്കെ. ഇവിടെ വലിയൊരു ഫാൻ ഉണ്ട്. പറഞ്ഞേ പേര് പറഞ്ഞേ? ആ എത്ര ക്ലാസ് പഠിക്കുന്നത്? UKG-ലോ? ആ ഈ ബസ്സിന്റെ പേരെന്താ? കൊമ്പൻ ബസ്സാണോ അത്? ആഹാ അതുപോലെ അറിയോ? പിന്നെ ആ ദാവൂദ്. പിന്നെ ആരോടെ വന്നേ? അച്ഛനോട് വന്ന? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി പറഞ്ഞോട്ടോ ഇവിടെ. ഓക്കെ. ഓയ് അപ്പൊ നമ്മളിരിക്കണത് കൊമ്പന്റെ ഡ്രൈവർ ക്യാബിനിലാണ്. ലൈലിന്റെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. പല ഫാൻസും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീറ്റിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറുമാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇവിടെ ആയിട്ട് ഇതിന്റെ പവർ സ്വിച്ച് കാര്യങ്ങൾ, USB ചാർജിംഗ് പോർട്ട് അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഇന്റീരിയർ ലൈറ്റുകളുടെയും അതുപോലെ CCTV ഔട്ട്പുട്ട്, AC യൂണിറ്റിന്റെ ഒക്കെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സീറ്റ് കംഫർട്ട് നോക്കിയാൽ ലൈലിന്റെ നല്ല മനോഹരമായ ഹൈറ്റുള്ള ഹെഡ് റെസ്റ്റ് ഒക്കെ ഉള്ള സീറ്റാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഡ്രൈവർ ക്യാബിനിലെ ഡാഷ്ബോർഡ്, അതുപോലെ ഈ ബോണറ്റ് ഏരിയ, ഡോർ പോർഷൻ എല്ലാം ഡയമണ്ട് ക്ലോത്തിങ് കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട് ഇതിന്റെ ലുക്ക്. ആ ഒരു ഡയമണ്ട് ക്ലോത്തിങ് വന്നപ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ ഒരു ഇന്റീരിയർ. ഈ ഗിയർ നോബിന്റെ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരെ കൂടെ പരിചയപ്പെടാം. എന്താ പേര്? എൻ്റെ പേര് അതുൽ. അതുൽ. വീട് എവിടെയാ? വീട്ടിൽ വന്നിട്ടാ. ഇവിടെ 12 എന്താ ചെയ്യുന്നത്? ഞാൻ ജോലിയാണ്, സർവീസ് കോർഡിനേറ്റർ ആണ് LG-യുടെ. ആ ഓക്കെ ഓക്കെ. പേര്? ബിപിൻ. ആ വീടോടേട്ടാ? കായംകുളത്താണ്. ഓക്കെ ഓക്കെ. ഇവിടെ സംഭവം ഈ ബോംബെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അപ്പം ജസ്റ്റ് കണ്ടിട്ട് വന്നു വരുതി അല്ലേ? ഓക്കെ. ഏതാണ് ഇഷ്ടപ്പെട്ട വേർഷൻ? ഏതാണ് കമ്പന്റെ? ദാവൂദ്. ഏതാ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഈ പുതിയ വണ്ടി കണ്ടിട്ട്? എങ്ങനെയുണ്ട്? സെറ്റ് ആയിട്ടുണ്ട്. ബോംബെയുടെ അതേ ഗ്രാഫിക്സ് തന്നെയാണ്, പക്ഷേ പുതിയൊരു ലുക്കിൽ വന്നപ്പോൾ ഭംഗി കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ കൊമ്പൻ ബോംബെ 2.0യുടെ ഇന്റീരിയറിലെ ഫ്രഷ് ലുക്ക്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ലുക്ക് ആവില്ലെന്ന് എനിക്കറിയാം, പക്ഷേ വണ്ടി ഇനി അപ്ഡേഷൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുക. അതുകൊണ്ട് വന്ന ലുക്കിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സീറ്റുകളുടെ കവർ പോലും അയച്ചിട്ടില്ല. 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകൾ 2x2 ലേഔട്ടിലാണ് ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. മുകളിലൂടെ ബർത്തിലൂടെ നോക്കുകയാണെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് കാണാം, താഴെ ഗാങ് വെയിൽ ലൈറ്റ്സ് കാണാം. അതുപോലെ ഇതിന്റെ ഇന്റീരിയറിൽ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊരു ചെറിയ സംശയം വന്നിട്ടുണ്ടാവും. ഇതിന്റെ റൂഫ് പോർഷനിലൊക്കെ ക്ലോത്ത് മാറ്റിയിട്ട് ഫുൾ ബ്ലാക്ക് വെൽവെറ്റിലാണ് ഇതിന് ഫുള്ള് ബർത്തുകളും അതുപോലെ റൂഫ് പോർഷൻസും സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറമേ നിന്ന് മാത്രമല്ല ഇന്റീരിയറിലും ഫുള്ളി ഒരു ബ്ലാക്ക് തീമാണ് കൊമ്പന്റെ ബോംബെ 2.0 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സീറ്റിംഗ് കംഫർട്ട് നോക്കുമ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് റിക്ലൈനിങ്. അവിടെ 2 സൈഡിലായിട്ട് ആം സപ്പോർട്ട് വരുന്നുണ്ട്. റിക്ലൈനിങ് നോക്കുകയാണെങ്കിൽ ഇത്രയധികം റിക്ലൈനിങ് 45 സീറ്റുകൾക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റീഡിംഗ് ലാംപ്സ് കാണാം, അതുപോലെ AC വെന്റ് കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. USB ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സീറ്റിന്റെയും മുകളിലായിട്ട് ഫാൻ ഫെസിലിറ്റി കൂടെ വരുന്നുണ്ട്. ഫ്രണ്ടായിട്ട് നോക്കുകയാണെങ്കിൽ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇനി ഇതിന്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ലുക്ക് കാണുമ്പോഴേക്കും നിങ്ങൾ ഇനി ഞെട്ടാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ കൊമ്പന്റെ അടുത്ത 2 ഫാൻസും ഉണ്ട്. നമുക്ക് ഇവരുടെ കൂടെ ചോദിച്ചു നോക്കാം കേട്ടോ. എന്താ പേര്? ആദർശ്. ഇവിടെ വീട് എവിടെ? കൊല്ലം. ഓക്കെ. വീട് പേര്? വിഷ്ണു. വീട് എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുക ബസ്സിൽ തന്നെ. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഓട്ടോമൊബൈൽ പഠിച്ചിരിക്കുക. ഓക്കെ ഓക്കെ. കൊമ്പന്റെ ഏത് എഡീഷനാണ് നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് അധോലോകം. ഓക്കെ. ബോംബെ. ഓക്കെ. അപ്പോൾ ബോംബെ ഇഷ്ടമുള്ള ആളെ കിട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട് പുതിയ ബോംബെ? എങ്ങനെയുണ്ട്? സെറ്റ് ആയിട്ടുണ്ട്. ടെറസ്ട്രയിലേക്ക് വന്നപ്പം അതിന്റെ ഭംഗിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കൂടിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ. ഗ്രാഫിക്സ് ഒക്കെ അതേ സെയിം ഗ്രാഫിക്സ് ആണ് വണ്ടി വന്നിട്ടുള്ളത്. ചില്ലായില്ലേ വണ്ടി? ഉഷാറായില്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ഓക്കെ. നമ്മുടെ കൂടെ കൊമ്പന്റെ അടുത്ത കുറച്ച് ഫാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ മണിക്കൂറിന് ഫാൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഹരികൃഷ്ണൻ. വീട് എവിടെയാ? കൊട്ടാരക്കര. എന്ത് ചെയ്യുന്നു? ഞാൻ IT കഴിഞ്ഞു. ഓക്കെ. എന്റെ പേര് അഖിൽ. IT പഠിക്കുന്നു. വീട് കൊട്ടാരക്കര തന്നെ. ഓക്കെ. മുഹമ്മദ് അസീബ്. ഓക്കെ. വീട് എവിടെയാ? മലപ്പുറം. എവിടെ പോകുന്ന വഴിയാണോ അതോ? അല്ല, ഇത് കാണാൻ വേണ്ടി വന്നാണോ? ഓ, ഇത് ഏറ്റവും വലിയ ഭ്രാന്താണല്ലോ. എന്താ ചെയ്യണേ? വണ്ടി പണിയാണല്ലേ? ഓ ഐ സി. ഓക്കെ. ജസീല്. മലപ്പുറം. കൂടെ വന്നാണല്ലേ? എങ്ങനെ അവിടുന്ന് ഇവിടെ ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ബൈക്കിന് ഒറ്റയ്ക്ക് വന്നല്ലോ അവിടുന്ന്? എപ്പോ പോകുന്ന അവിടുന്ന്? രാത്രി പോകുന്നില്ലേ? ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ബോംബെ ചാപ്റ്റർ 2? സെറ്റാണ്. ഇനി AITP-യിൽ ഇവൻ കേരളം ഭരിക്കും അല്ലേ? അപ്പം എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ. ഉഷാറാ കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്തൊരു സെറ്റ് കൊമ്പൻ ഫാൻസിലൂടെ പരിചയപ്പെടാം. ഞങ്ങൾ പോകാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ പോകാനായിട്ട് തോന്നില്ല. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എന്താ ചേട്ടാ പേര്? വിഷ്ണു. വീടാടാ? റാന്നിയില. എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. ഓക്കെ. പേര്? അബിൽ. വീട്? വഴിക്കര.
രാജീവ് മാലിഗ്ര. എന്താ ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രീഷ്യൻ. ഓക്കെ. അപ്പോൾ ഈ ബസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നാണോ? ആ കൊമ്പന്റെ ഏത് എഡിഷനാണ് ഇഷ്ടം? ഇത് തന്നെ ബോംബെയാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് പുതിയൊരു ബോംബെ വന്നിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. കാണാൻ വേണ്ടി വന്നു. സംഭവം ലുക്ക് സൂപ്പറായി. അസ്ത്രയിൽ ഒരു തലയെടുപ്പുണ്ട്. വണ്ടി ഓൾറെഡി കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. വണ്ടി എന്തായാലും കിടലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അപ്ഡേഷൻ കഴിഞ്ഞിട്ട് കാണണം, അതാണ് അതിന്റെ കൊമ്പന്റെ ഒരു. ഓക്കെ, ഏതാ ഇഷ്ടപ്പെട്ട വണ്ടി കൊമ്പന്റെ? ബസ് ഇഷ്ടമായോ? ഏത് എഡിഷനാണ് ഇഷ്ടം? ബോംബെ ആണോ നാവൂതാണോ? ബോംബെ ഇഷ്ടം. ഓക്കെ, കാണാറിയാണല്ലേ? ദാവൂദാണ് ഇഷ്ടം. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. സോറി ഗൈസ്, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ദീപചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിനായിട്ടായിരിക്കും. പക്ഷേ ദീപചേട്ടൻ ഒന്ന് ബിസി ആയതുകൊണ്ട് നമുക്ക് ദീപചേട്ടൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ദീപചേട്ടനായിട്ട് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കൊമ്പൻ ബോംബെ 2.0 AITP ടൂറിസ്റ്റ് ബസ് വന്ന ഫ്രഷ് ലുക്കിലാണ് നമ്മൾ വീഡിയോ എടുത്തുള്ളത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വണ്ടി അപ്ഡേഷന് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ മാറ്റങ്ങളോടേക്ക് ഈ ഒരു ബസ് ഇറങ്ങുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നൊരു വീഡിയോ എടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബസ്സുകളെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റാണ് കൊമ്പൻ്റെ ബസ്സുകൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബസ്സിനെ പറ്റിയും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.